ഇതാണ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം. സ്ഥിരം കൊടിമരമില്ലാത്ത ക്ഷേത്രം കൂടിയാണ് ഇത്. സാധാരണ ശിവക്ഷേത്രത്തിലുള്ള പോലെ കൂവളമാലയും ധാരയൊന്നല്ല. ഇവിടെ തുളസിമാല മാത്രമാണ് ഇവിടെ പൂജക്ക് ഉപയോഗിക്കുന്നത്. നെയ്യമൃതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ചെറിയ മൺകുടത്തിൽ പശുവിനെ ഒഴിച്ചു വെച്ച് വാമൂടി നടക്ക് വെക്കുന്നതാണ് നെയ്യമൃത് വഴിപാട്. നെയ്യമൃത് സോപാന പടിയിൽ വെച്ച് തൊഴുതിട്ട് വേണം ഭഗവാനെ ദർശിക്കുക. പുരുഷന്മാർക്ക് പക്ഷേ എല്ലാ സമയവും ദർശനം നടത്താൻ പറ്റും. സ്ത്രീകൾക്ക് അത്താഴ പൂജയ്ക്ക് ശേഷം, അതായത് രാത്രി 7 മണിക്ക് മാത്രമേ ഭഗവാൻ പാർവതി സമേതനായി ഇരിക്കുന്ന സമയത്ത് മാത്രമേ സ്ത്രീകൾക്ക് നാലമ്പലത്തിൽ കയറാൻ പറ്റൂ. പക്ഷേങ്കിൽ ശിവരാത്രി സമയത്ത് സ്ത്രീകൾക്ക് മുഴുവൻ സമയത്തും ചുറ്റമ്പലത്തിൽ പ്രവേശിച്ചിട്ട് ശിവനെ തൊഴുത് പ്രാർത്ഥിക്കാം. കൂടാതെ സതിയുടെ സ്വയം ദഹനത്തിലും ശിവന്റെ താണ്ഡവ നൃത്തത്തിന് ശേഷം സതിയുടെ തലവീണട് എന്നും കൂടെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ശിവലിംഗം ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മളെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമായ രാജരാജേശ്വര ക്ഷേത്രം.